ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശാരിക ഗുളികയെടുത്ത് കൈയിലേക്ക് തട്ടിയിടുകയാണ്. അതേസമയം ശാരികയെ ഫോൺ ചെയ്യുകയാണ് രാജീവ്. ഹലോ സാർ. ശാരിക. പറയണം സാർ. ഇയാൾ അവിടെ എന്തെടുക്കുകയാ? ഉറങ്ങാൻ സമയമായോ? ഒരു ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് സാർ. എന്നാൽ ഉറങ്ങിക്കോ, ഞാൻ ഡിസ്റ്റർബൻസ് ആകുന്നില്ല, വച്ചോ. അന്നേരം ശാരിക പറയുകയാണ്, വയ്ക്കല്ലേ സാർ, എനിക്ക് സാറിന്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കാൻ ഒരു കൊതി തോന്നുന്നു. ആഹാ, അതെന്താടോ? ഞാൻ വിളിക്കുമ്പോഴൊക്കെ ധൃതിയിൽ കട്ട് ചെയ്തോണ്ടിരുന്ന ആളല്ലേ? അതപ്പോഴല്ലേ സാർ, ഇപ്പോൾ സാറിന്റെ ശബ്ദം കേൾക്കാൻ ഒരു കൊതി. നാളെ അത് സാധിച്ചില്ലെങ്കിലോ എന്നോർത്താണ്. അന്നേരം സംശയിച്ച് രാജീവ് ചോദിക്കുകയാണ്, നാളെ സാധിച്ചില്ലെങ്കിലോ? ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? അത് ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന എത്ര പേർ നാളെ ഉണരുമെന്ന് സാറിന് ഉറപ്പുണ്ടോ? അന്നേരം രാജീവ് ചോദിക്കുകയാണ്, ഇയാള് എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറഞ്ഞതൊക്കെ ഇയാള് മറന്നോ? മറന്നിട്ടില്ല സാർ, അതൊക്കെ മാത്രമേ മനസ്സിലുള്ളൂ. അതും ഇനി മനസ്സിൽ നിന്ന് കളയണം. അർഹിക്കപ്പെടാത്തത് ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോ ഞാൻ വെച്ചോട്ടെ സാർ, കുറച്ചു കഴിഞ്ഞ് സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്നുകൂടി വിളിക്കാം ഞാൻ. അപ്പോൾ സാർ എന്നോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കണം. സാറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് വേണം എനിക്ക് ശാന്തമായി ഉറങ്ങാൻ. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാരിക. വീണ്ടും രാജീവ് ഫോൺ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യുകയാണ് ശാരിക. വീണ്ടും രാജീവ് വിളിക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ശാരിക പറയുകയാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം സാറേ. അതേസമയം രാജീവ് കരുതുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കുട്ടി എന്തോ കുഴപ്പം കാണിക്കാനുള്ള മട്ടിലാണല്ലോ. പെട്ടെന്ന് താക്കോലെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് രാജീവ്. അതേസമയം അവിടെ ശാരിക ഗുളിക കയ്യിലേക്ക് ഇട്ടിട്ട് വെള്ളമെടുക്കാനെ നോക്കുമ്പോൾ ജഗ്ഗിൽ വെള്ളം കാണുന്നില്ല. തിരികെ ഗുളിക ഡപ്പിയിലേക്ക് വച്ച ശേഷം വെള്ളമെടുക്കാനായി പോവുകയാണ് ശാരിക. അതേസമയം അവിടെ രാജീവ് പുറപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് വസുമതിയുടെ വീട്ടിൽ അർജുന് ഭക്ഷണം കൊടുക്കുന്ന ചിത്രയാണ്. വസുമതിയുടെ കാർ അവിടേക്ക് വരുമ്പോൾ ചിത്ര പറയുകയാണ്, അമ്മ വന്നെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് അർജുനെ കണ്ട് വസുമതി ചോദിക്കുകയാണ്, നിന്റെ നെറ്റിയിൽ ഇതെന്താ പറ്റിയത്? ചിത്ര പറയുകയാണ്, അർജുനേട്ടന്റെ ബൈക്ക് മറിഞ്ഞമ്മേ. നെറ്റിയിൽ മാത്രമല്ല, കയ്യിലും കാലിലും ഒക്കെ മുറിവുണ്ട്. ബൈക്ക് വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കുവാണെന്നാണ് പറഞ്ഞത്. ദേഷ്യപ്പെട്ട് വസുമതി പറയുകയാണ്, നിന്നോട് ചോദിച്ചില്ല. നേരിട്ട് ചോദിക്കുന്നതിന് ഇവൻ മറുപടി പറഞ്ഞാൽ മതി. അല്ല, നീ ഏതോ കേസിന്റെ കാര്യത്തിന് പോയതാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആക്സിഡന്റ് ആയ കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ. അന്നേരം അർജുൻ പറയുകയാണ്, അത് ബൈക്ക് ഇവിടെ വെച്ചിട്ട് ക്ലയന്റിന്റെ കൂടെ ഞാൻ കാറിലാണ് പോയത്. തിരിച്ചെടുത്ത് ബൈക്ക് എടുത്തപ്പോഴാണ് ആക്സിഡന്റ് ആയത്. ഞാൻ അമ്മയെ ഫോൺ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം. ഓഹോ, എന്നാൽ പറഞ്ഞേ, ആരായിരുന്നു ക്ലയന്റ്? ഏതായിരുന്നു കേസ്? അത്രയ്ക്ക് റേഞ്ച് ഇല്ലാത്ത സ്ഥലം ഏതായിരുന്നു? ക്ലയന്റിന്റെ പേര് സുധരാജ്. അയാൾക്ക് മേഘമലയിൽ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അവിടുത്തെ ഒരു തർക്കം തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. വസുമതി ചോദിക്കുകയാണ്, ഓഹോ, അപ്പോൾ എവിടെയാണ് ഈ മേഘമല? അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് കേട്ട് അർജുൻ പറയുകയാണ്, തമിഴ്നാട്ടിലെ കമ്പത്തിനും തേനിക്കുമിടയിലുള്ള ഒരു സ്ഥലമാണ്. കുറെ ദൂരെയാണ്. അന്നേരം വസുമതി പറയുകയാണ്, ശരി, ഇതിപ്പോൾ നിനക്ക് എവിടെ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത്? ട്രീറ്റ്മെന്റ് എടുത്തത് ഏത് ഹോസ്പിറ്റലിലാണ്? നിന്റെ ബൈക്ക് കൊടുത്തത് ഏത് വർക്ക്ഷോപ്പിലാണ്? അതുകൂടി ഒന്ന് പറയേ, കേൾക്കട്ടെ ഞാൻ. ഇതൊക്കെ കേട്ട് ചിത്ര ചോദിക്കുകയാണ്, എന്താ അമ്മയത്? അമ്മയായോ ഇപ്പോൾ വക്കീൽ? എന്തിനാ ഏട്ടനെ എങ്ങനെ ക്രോസ് ചെയ്യുന്നത്? ആക്സിഡന്റ് ഒക്കെ ക്ഷീണിച്ചു നിൽക്കുവല്ലേ പാവം. വസുമതി പറയുകയാണ്, ആക്സിഡന്റ് അതൊക്കെ വെറും ഒരു ഡാവല്ലേ. തൽക്കാലം ഈ നടക്കുന്നത് വിചാരണയാണെന്ന് തന്നെ അങ്ങ് കൂട്ടിക്കോ. എന്റെയും നിന്റെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇത്. ഇവൻ പറയുന്നത് കള്ളമാണെങ്കിൽ അപ്പോൾ ഞാനൊരു വിധി തീർപ്പ് ഉണ്ടാക്കും. ദേഷ്യപ്പെട്ട് അർജുൻ ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? അമ്മയുടെ സംശയമെല്ലാം ഇപ്പോൾ തന്നെ തീർത്തേക്കാം ഞാൻ. ഞാൻ കേസ് കഴിഞ്ഞ് തിരികെ കോടതിയിൽ വന്ന് ബൈക്ക് എടുത്തപ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് ആയത്. വണ്ടി നന്നാക്കാൻ വേണ്ടി കൊടുത്തത് ജൂനിയർ വക്കീലിന്റെ കയ്യിലാണ്. വർക്ക്ഷോപ്പിന്റെ പേര് അത് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ വിളിച്ചു ചോദിച്ചിട്ട് പറയാം. എന്താ, വേണമോന്ന് ചോദിക്കുമ്പോൾ വസുമതി പറയുകയാണ്, വേണമെന്നില്ല. എപ്പോഴായിരുന്നു സംഭവമെന്ന് പറഞ്ഞാൽ മതി. അർജുൻ പറയുകയാണ്, ഉച്ചയ്ക്കൊരു 2:45 കാണും. ഏത് ഡോക്ടറാണ് ട്രീറ്റ് ചെയ്തത്? ആ ചോദ്യത്തിന് ഇനിയും മറുപടി നീ പറഞ്ഞില്ല. അതൊരു ഡോക്ടറൊന്നുമല്ല. അടുത്തുള്ള ക്ലിനിക്കിൽ കയറി ഫസ്റ്റ് എയ്ഡ് ചെയ്തു. ക്ലിനിക്കിലെ നഴ്സിന്റെ പേര് ഞാൻ അന്വേഷിച്ചില്ല. ഇനിയിപ്പോ അതും വേണമെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറയാം. വേണ്ട, ക്ലിനിക്കിലേക്ക് കൂടെ വന്നിട്ടുണ്ടാകുമല്ലോ നിന്റെ ജൂനിയേഴ്സ്. അർജുൻ പറയുകയാണ്, 1-2 പേർ ഉണ്ടായിരുന്നു. ഇനി അവരുടെ പേര് കൂടി വേണോ പറഞ്ഞു തരാം? ചിത്ര പറയുകയാണ്, ഇനിയെങ്കിലും അർജുനേട്ടനെ ഒന്ന് വിടമ്മേ, പാവം പോയി റെസ്റ്റ് എടുക്കട്ടെ. അന്നേരം അർജുൻ മുകളിലേക്ക് പോകുമ്പോൾ വസുമതി പറയുകയാണ്, നിക്ക്, പോകാൻ വരട്ടെ. എന്റെ മകൻ നല്ലൊരു നടനാണ്, പക്ഷേ
ഒരു മോശം വക്കീലും. എടാ, ഒരു സമർത്ഥനായ അഡ്വക്കേറ്റ് സ്വന്തം കക്ഷിയെ രക്ഷിക്കാൻ ചിലപ്പോൾ വ്യാജ തെളിവുകൾ ചമയ്ക്കുകയും കള്ളസാക്ഷികളെ നിരത്തുകയും ചെയ്തു എന്നിരിക്കും. എല്ലാവരുമല്ല, കുറച്ചുപേർ മാത്രം. ഇവിടെ പക്ഷേ നിനക്ക് സ്വന്തം രക്ഷയ്ക്ക് പോലും ഇതൊന്നും ചെയ്യാനാകുന്നില്ല. കേസ് ആദ്യ റൗണ്ടിൽ തന്നെ നീ തോറ്റു കഴിഞ്ഞല്ലോ. അർജുൻ ചോദിക്കുകയാണ്, അമ്മ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? അതെന്താ മനസ്സിലാകാത്തത്? നീ പറഞ്ഞതൊക്കെ തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാൻ അത്രയ്ക്ക് മണ്ടിയാണ് ഞാനെന്ന് നീ കരുതിയോ? ഒന്നുമല്ലെങ്കിലും നിന്റെ അമ്മയല്ലേടാ ഞാൻ. നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ. നിന്റെ കണ്ണിമയൊന്ന് അനങ്ങിയാൽ, പുരികക്കൊടി ഒന്ന് വെട്ടിയാൽ അതിന്റെ അർത്ഥം അറിയാമെനിക്ക്, അന്നും ഇന്നും എന്നും. അർജുൻ ചോദിക്കുകയാണ്, ഈ അമ്മ എന്താ ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ സംസാരിക്കുന്നത്? തെറ്റ് ചെയ്തത് നീയല്ലടാ, ഈ ഞാനാണ്. നിന്നെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിന്നിലുള്ള വിശ്വാസത്തിന്റെ ഉറപ്പുകൊണ്ടായിരുന്നു സത്യഭാമ നിന്നെ പിടിച്ചു വച്ചിരിക്കുകയാണെന്ന് ഒരു കംപ്ലൈന്റുമായി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയതും പരാതിപ്പെട്ടതും. പക്ഷെ നീ പോയത് സ്വമനസാലെ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അവിടെ ഞാനങ്ങ് തോറ്റു. ചിത്ര പറയുകയാണ്, എന്താ അമ്മയെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. വസുമതി പറയുകയാണ്, നിനക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം. നിന്റെ ഏട്ടനെ കാണാനില്ലെന്നും പറഞ്ഞ് ഞാനും നീയും എന്തുമാത്രം മനസ്സുരുകിയതാണ് ഇവിടെ. പക്ഷെ നമ്മൾ രണ്ടാളെയും വിഡ്ഢികളാക്കുകയായിരുന്നു നിന്റെ ഏട്ടൻ. ഒന്നാം തരം ഒരു നാടകം കളി. നാടകം കളിയോ എന്ന് ചിത്ര ചോദിക്കുമ്പോൾ വസുമതി പറയുകയാണ്, അതെ. റെയ്ഡിന് പോലീസുകാരെയും കൊണ്ട് ഞാൻ സത്യഭാമയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവൻ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇവൻ എങ്ങനെയോ പോലീസിന്റെ കണ്ണു വെട്ടിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവിടെ നിന്നും കടന്നു. അതായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അർജുൻ പറയുകയാണ്, ദേ, ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും വെറുതെ പറയരുതമ്മേ. ഇതൊക്കെ വെറും സങ്കല്പങ്ങളാണ്. വസുമതി പറയുകയാണ്, സങ്കല്പമല്ല, യാഥാർത്ഥ്യം. നീ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാനൊരു അന്വേഷണം നടത്തി കഴിഞ്ഞു. നിന്റെ ജൂനിയർ വക്കീലന്മാരെയെല്ലാം എനിക്കറിയാമെന്ന് നിനക്കറിയാമല്ലോ. കോടതിയിൽ ചെന്ന് ഞാൻ അവരെയെല്ലാം നേരിട്ട് കണ്ടിരുന്നു. ദീർഘയാത്ര നടത്തി നീ ഒരു ക്ലയന്റിനെയും കണ്ടിട്ടില്ല. മേഘമലയിലേക്കല്ല, ഏതൊരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു എന്നാണ് നീ നിന്റെ ജൂനിയർ വക്കീൽ സഞ്ജുവിനോട് പറഞ്ഞത്. അതും എനിക്കറിയാം. ഇന്ന് കോടതിക്ക് അടുത്ത് വെച്ച് നിനക്ക് ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് 2:45. ഞാൻ എന്റെ ജൂനിയേഴ്സുമായി സംസാരിച്ചത് വൈകിട്ട് 5:30. അവരാരും ഈ ആക്സിഡന്റിന്റെ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നീ ഇന്നവിടെ പോയിട്ട് പോലുമില്ലാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നിന്റെ ബൈക്ക് നന്നാക്കാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തതും ക്ലിനിക്കിലേക്ക് കൂട്ടുവന്നതുമൊക്കെ നിന്റെ ജൂനിയേഴ്സിന്റെ പ്രേതങ്ങളായിരുന്നോ? അതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ്, അമ്മ ഈ കോടതിയിൽ പോയി ചെയ്തത് വളരെ ചീപ്പായി പോയി. ഇനി ഞാൻ എന്റെ ജൂനിയേഴ്സിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? വസുമതി പറയുകയാണ്, അവരുടെ കാര്യം വിടടാ. ഇത്രയും കള്ളം പറഞ്ഞിട്ട് നിനക്കെങ്ങനെ ഞങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നു? അത് നീ ആദ്യം പറയ്. പണത്തേക്കാൾ വലുതാണ് തറവാടിത്തവും മാനവുമെന്നാണ് ഈ അമ്മ ഇന്നും വിശ്വസിക്കുന്നത്. ഇന്ന് പക്ഷെ നീ തന്നെ നിന്റെ അമ്മയെ മാനം കെടുത്തി. അതും എന്റെ ഏറ്റവും വലിയ ശത്രുവായ സത്യഭാമയുടെ മുൻപിൽ വച്ച്. എന്നെ വിശ്വസിച്ച് സത്യഭാമയുടെ വീട് സെർച്ച് ചെയ്യാനെത്തിയ പോലീസുകാരെ അവരുടെ മുന്നിൽ വെച്ച് സത്യഭാമയുടെ ശകാരത്തിനും കുത്തുവാക്കുകൾക്കും ഇടയിൽ തലകുനിച്ചു നിന്നിട്ടാണ് ഒരു ജീവച്ഛവം പോലെ ഞാനിവിടെ വന്നു നിൽക്കുന്നത്. ഇപ്പോ ഈ നിമിഷം ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് വീണ് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹമല്ല, തീരുമാനം. അതാണ് നീ ചെയ്ത കുറ്റത്തിന് ഞാൻ എനിക്ക് കൽപ്പിക്കുന്ന ശിക്ഷയും. വിചാരണ കഴിഞ്ഞു, ഇനി നിനക്ക് പോകാം. അത്രയും പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് വസുമതി. പിന്നീട് റൂമിലെത്തി ആകെ ടെൻഷൻ അടിച്ച് അർജുൻ നിൽക്കുമ്പോൾ ചിത്ര വിളിക്കുകയാണ്, അയ്യോ ഏട്ടാ, പെട്ടെന്നൊന്ന് ഓടി വരണേ. ആ ശബ്ദം കേട്ട് വസുമതിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അർജുൻ. അയ്യോ, എന്താ അമ്മയെ കാണിച്ചത്? ഏട്ടാ, ഒന്ന് വാ എന്നൊക്കെ ചിത്ര വിളിക്കുന്നുണ്ട്. അർജുൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ചിത്രയുടെ മടിയിൽ കിടക്കുന്ന വസുമതിയാണ് കാണിക്കുന്നത്. ചിത്ര പറയുകയാണ്, അമ്മ വിഷം കഴിച്ചേട്ടാ, പെട്ടെന്നൊരു ഡോക്ടറെ വിളിക്ക്. അന്നേരം മേശപ്പുറത്ത് കിടക്കുന്ന വിഷക്കുപ്പി കാണുകയാണ് അർജുൻ. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ റൂമിലേക്ക് വെള്ളവുമായി വരുന്ന ശാരികയാണ്. ശാരിക നോക്കുമ്പോൾ ശാരികയുടെ കട്ടിൽ ശ്യാമ കിടന്നുറങ്ങുകയാണ്. ശ്യാമയെ കണ്ട് ശ്യാമയെ നുറക്കെ വിളിക്കുകയാണ് ശാരിക. അത് കേട്ട് ശാരിക എഴുന്നേൽക്കുന്നു. ശ്യാമ പറയുകയാണ്, വല്യേച്ചി, ഞങ്ങളുടെ റൂമിലെ ഒരു IAS പുസ്തകപ്പുഴു പുസ്തകം തുറന്നു വെച്ച് ഇരിക്കുകയാണ്. ഇനി പുലർച്ചെ 4 മണിക്ക് അത് ലൈറ്റ് അണച്ച് കിടക്കൂ. ഞാനിന്ന് ഇവിടെയാണ് കിടക്കുന്നത്. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേക്ക് പ്ലീസ്. അത്രയും പറഞ്ഞ് മൂടിപ്പോച്ച് കിടന്നുറങ്ങുകയാണ് ശ്യാമ. എന്തു ചെയ്യണമെന്നറിയാതെ കുറെ നേരം ആലോചിച്ച ശേഷം മേശയുടെ ഡ്രായിൽ ഗുളിക തിരികെ വയ്ക്കുകയാണ് ശാരിക. പിന്നീട് ശാരിക രാജീവ് തന്നെ വീട്ടിൽ കൊണ്ടുവിട്ടതും പറഞ്ഞ് ആശ്വസിപ്പിച്ച കാര്യങ്ങളും ഒക്കെ ആലോചിക്കുകയാണ്.
അതേസമയം രാത്രി തന്നെ കുടുംബശ്രീയുടെ ഗേറ്റിന് മുൻപിൽ എത്തുകയാണ് രാജീവ്. വണ്ടി ഗേറ്റിന് മുന്നിൽ നിർത്തിയ ശേഷം ഗേറ്റിലൂടെ നോക്കി രാജീവ് പറയുകയാണ്, ഈശ്വര, മൊത്തം ഇരുട്ടാണല്ലോ. ഇനി ശാരികയുടെ മുറി ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിച്ചാൽ തന്നെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും വന്നു കയറി നോക്കിക്കളയാം. അവളുടെ ശബ്ദം കേട്ടിട്ടെന്തോ ആപശങ്ക ഉണ്ടെന്ന് തീർച്ചയാണ്. അവളുടെ അവസ്ഥ അറിഞ്ഞാലേ ഇന്നിനി ഉറക്കം വരത്തുള്ളൂ. അതിനുശേഷം ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുകയാണ് രാജീവ്. പെട്ടെന്ന് മുറ്റത്തേക്ക് എത്തിയ രാജീവ് പടിയിൽ ആരോ ഇരിക്കുന്ന കണ്ട് ഭയപ്പെടുകയാണ്. ഒന്ന് നോക്കിയ ശേഷം രാജീവ് പറയുകയാണ്, അല്ല, ശാരികയല്ലേ ഇത്? ഇവളെന്താ ഇരുട്ടത്ത് വന്നിരിക്കുന്നത്? ശാരികയെ തട്ടി വിളിക്കുകയാണ് രാജീവ്. ശാരിക പറയുകയാണ്, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. രാജീവ് ചോദിക്കുകയാണ്, എന്ത് അബദ്ധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത്? എന്താ തന്റെ മനസ്സിനുള്ളിൽ? സാർ, ഞാൻ എനിക്ക് പറ്റിയ ഒരു അബദ്ധം തിരുത്താൻ വേണ്ടിയാണ് ആലോചിച്ചത്. മരിക്കാൻ എന്ന് പറയുമ്പോൾ രാജീവ് പറയുകയാണ്, ആഹാ, ബെസ്റ്റ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എന്തേ തീരുമാനം തെറ്റി ഇവിടെ വന്നിരിക്കുന്നത്? ബലമുള്ള കയറൊന്നും കിട്ടിയില്ലേ കെട്ടിത്തൂങ്ങാൻ? എഴുന്നേറ്റ് ശാരിക പറയുകയാണ്, സത്യം പറയാമല്ലോ, സാറിനെ വിട്ടിട്ട് പോകാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ വെക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സാറിന്റെ ശബ്ദത്തിൽ ഒരു ഹൃദയം തുടിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. ചിരിച്ചുകൊണ്ട് രാജീവ് ചോദിക്കുകയാണ്, താനത് കേട്ടോ? കേട്ടു. എനിക്കറിയാമായിരുന്നു സാർ എന്നെ അന്വേഷിച്ച് ഇന്ന് ഇവിടേക്ക് വരുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്, സാറിനെ അത്രയും വേദനിപ്പിച്ചതിന് ഈ രാത്രി തന്നെ എനിക്ക് നേരിട്ട് കണ്ട് മാപ്പ് ചോദിക്കണമെന്ന്. അതിനുവേണ്ടിയാണ് ഞാനിവിടെ ഇത്രയും നേരം കാത്തിരുന്നത്. രാജീവിന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് ശാരിക ചോദിക്കുകയാണ്, ഒരു സംശയം മാത്രമേ എനിക്കുള്ളൂ, സാർ എന്തിനാ എന്നെ ഇത്രയും ഇഷ്ടപ്പെടുന്നത്? ശാരികയുടെ തോളിൽ കൈവച്ച് രാജീവ് പറയുകയാണ്, നീ എന്റെ പെണ്ണായതുകൊണ്ട്, എന്റെ മാത്രം പെണ്ണായതുകൊണ്ട് ഒരു മരണത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല, ഒരു കാലത്തും. അത് കേട്ട് ശാരിക രാജീവിന്റെ നെഞ്ചിലേക്ക് കിടക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.